ചെയ്ത് അയച്ചോ, അത് മെസ്സേജ് അയച്ചോളൂ. ഞാൻ പറയാം, അടുത്ത കഥ പറയാം. നമ്മൾ സാധാരണ സാധാരണ നമ്മൾ ഈ കോഴിമുട്ട, ഈ കാട ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ സാധാരണ പുഴുങ്ങി ഈ മുട്ടക്കറി ഉണ്ടാക്കും. മുട്ടക്കറി ഉണ്ടാക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ ഈ കാടയായാലും കോഴിമുട്ടയായാലും പുഴുങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ട്, പുഴുങ്ങിയിട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ ഈ മീനിൻ്റെ ഗുണവശം ഇങ്ങനെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സൈഡ് ചെത്തില്ലേ, ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് വിടില്ലേ. അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യും, കോഴിമുട്ട ഇങ്ങനെ അരിയും, ചെറുതായിട്ട് ഇങ്ങനെ മീൻ ഇങ്ങനെയൊക്കെ മുറിക്കും, ചെറിയ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മുറിഞ്ഞ് വയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും കുറച്ച് അതിൽ കുരുമുളക് നേരിട്ടല്ല കേട്ടോ, കുരുമുളക് കുറച്ച് മല്ലി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ കൂട്ടുണ്ടാക്കണ പോലെ എടുത്തിട്ട് അതൊന്ന് ലാലിക്കും. പിന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെളിച്ചെണ്ണ കുഴച്ചിട്ട് അതിങ്ങനെ മൊത്തം പരട്ടും. ഈ കോഴിമുട്ട പുഴുങ്ങിയുമ്പോൾ പരട്ടി ഇങ്ങനെ പിടിച്ച് പറ്റി വയ്ക്കും. പറ്റിയിട്ട് എല്ലാ സാധനവും പറ്റി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എടുത്ത് വയ്ക്കും, 5-10 മിനിറ്റ് എടുത്ത് വയ്ക്കും കോഴിമുട്ട എടുത്ത് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് എണ്ണ ഇങ്ങനെ എണ്ണയുള്ള സാധനം, അങ്ങനെ കുഴിയുള്ള ചീനിച്ചട്ടി കുഴിയുള്ള ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പൊന്തി കിടക്കുന്ന പോലെ ഇടും. എന്നിട്ട് അതിൽ കുറച്ച് കരിവേപ്പില വെട്ടിയിടുന്നത് എന്തിനാണെന്ന് അറിയാലോ, നമുക്ക് നല്ലതാണല്ലോ കരിവേപ്പില വെട്ടിയിടും. വെട്ടി അവിടെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഈ മുട്ട അതിലേക്ക് ഇട്ടിട്ട് ഒരേ സമയത്ത് 4 മുട്ടയൊക്കെ ഇടാൻ പറ്റും നമുക്ക്. 4 മുട്ട ഇട്ടിട്ട് എന്നിട്ട് ഇട്ടിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് മുട്ട ഈ പുഴുങ്ങാൻ കാരണം വെച്ചാൽ പുഴുങ്ങിയ മുട്ട നമുക്ക് തിന്നണം നല്ലതാണ്. പുഴുങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടാം. അങ്ങനെയാണ്. എന്നിട്ട് മുട്ട ഇട്ടിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ തിരിച്ചു മറിച്ചിടും. നമുക്ക് തിരിച്ചു മറിച്ചിങ്ങനെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല എണ്ണയൊക്കെ നല്ല വറ്റി നല്ല വരണ്ട് ഇങ്ങനെ ആയിട്ട് ഈ മുട്ട ഇങ്ങനെ മുട്ടയുടെ നിറക്കം മാറും, മൊത്തത്തിൽ മാറി ഇങ്ങനെ നല്ലൊരു പാകത്തിൽ വരും. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്, കാണുമ്പോൾ തന്നെ നല്ല എണ്ണ ഇങ്ങനെ മൊത്തം പിടിച്ചിട്ട് എന്നിട്ട് എന്നിട്ട് നമ്മൾ എടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്ലേറ്റും എടുത്ത് വെച്ചിട്ട് ഈ മുട്ടേനെ 4 മുറിക്കണം. ഉള്ളിലൊന്നും ഉള്ളിലേക്ക് മഞ്ഞ കളർ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, എന്നെ മുറിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഇങ്ങനെ കൂട്ടി ചോറിൽ നമുക്ക് എന്തെങ്കിലും കറി വെച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഈ മുട്ട നമുക്ക് 4 മുറിക്കാം. അല്ലെങ്കിൽ ഞാനൊക്കെ 10-12 പീസാക്കും ഞാൻ. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം എടുത്ത് ചില്ലായിട്ട് തിന്നാലായിട്ട്. അത് കത്തിയോണ്ട് മുറിക്കരുത്, അതാണ് മെയിൻ സംഭവം. ആൾക്കാർ കത്തിയോണ്ട് മുറിക്കുക മുട്ട പുഴുങ്ങി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കത്തിയോണ്ട് ഒരിക്കലും കത്തിയെടുത്ത് മുറിക്കരുത്. മുട്ട ടാങ്കീസ് മീൻ പിടിക്കുന്ന ചൂണ്ട ടാങ്കീസ് നമ്മൾ വീട്ടിലെടുത്ത് വയ്ക്കണം. ടാങ്കീസ് എടുത്ത് വെച്ചിട്ട് ടാങ്കീസ് കൊണ്ട് മുറിക്കണം. ടാങ്കീസ് കൊണ്ട് എങ്ങനെ മുറിച്ചാലും കറക്റ്റ് പീസായിട്ട് സാധനങ്ങൾ ടാങ്കീസ് എടുത്ത് വയ്ക്കുക, മുറിക്കുക, എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചോറ് തിന്നുമ്പോൾ ഈ സാധനം എടുത്ത് തിന്നുമ്പോൾ അപ്പോൾ ഇതിൻ്റെ എണ്ണ ഇങ്ങനെ മൊത്തത്തിൽ ആ പ്ലേറ്റുമൊക്കെ ഉണ്ടാവും. നമുക്ക് എടുത്ത് വെച്ചാൽ ഈ മുട്ടയും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇറ്റ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ ഒരു കഷ്ണം എടുക്കുമ്പോൾ ആ എണ്ണയും കൂടി തൊട്ടാൽ മുളകുള്ള എണ്ണയും കൂടി തൊട്ടാൽ അതങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ. ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പല